ഹായ് എവരിവൺ. സോ കേരള MBBS-ഉം BDS-ഉമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് മക്കളെ. അപ്പോൾ ഇന്നലെ MCCയുടെ വെബ്സൈറ്റിൽ പുതിയൊരു സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും ഓൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടും ഒക്കെ വന്നിരുന്നു, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ സിയുടെ വെബ്സൈറ്റിലും നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റിന്റെ കേരള MBBS-നെയും BDS-നെയും തേർഡ് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ സ്കെഡ്യൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഇന്ന് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ സ്കെഡ്യൂൾ മിസ് പറഞ്ഞുതരാം. ആ സ്കെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൺഫർമേഷൻ നടത്താനും റീഅറേഞ്ച്മെന്റ് നടത്താനും ഡിലീഷൻ നടത്താനും വീണ്ടും അവസരം തന്നിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് എന്ന് വരെയാണെന്ന് ചോദിച്ചാൽ റീഅറേഞ്ച്മെന്റിനും ഡിലീഷനും കൺഫർമേഷനും വേണ്ടിയിട്ട് 22/10/2025 11:59 PM വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഇന്ന് ഒരിക്കലും എന്ത് വരില്ല, MBBS-നെയും BDS-നെയും തേർഡ് അലോട്ട്മെന്റ് വരില്ല, പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യില്ല. കാരണം 22-ാം തീയതി വരെ ഓപ്ഷൻ കൺഫർമേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം, വേണമെങ്കിൽ റീഅറേഞ്ച്മെന്റും കാര്യങ്ങളും ഒക്കെ നടത്താവുന്നതാണ്. ഇനി പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് 24-നാണ്. അപ്പോൾ 22-ാം തീയതി 11:59 PM വരെ കിട്ടുന്ന എല്ലാ ഓപ്ഷൻ കൺഫർമേഷന്റെയും ബേസിലായിരിക്കും 24-ന് പ്രൊവിഷണൽ താൽക്കാലിക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക. അത് തന്നെയായിരിക്കും അലോട്ട്മെന്റ്. പക്ഷെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യണം. അത് പബ്ലിഷ് ചെയ്യുന്നത് 25-ാം തീയതി ആയിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് 22 വരെയാണ് ഓപ്ഷൻ കൺഫർമേഷൻ ഉള്ള നിങ്ങളുടെ അവസരം എന്ന് പറയുന്നത്. പ്രൊവിഷണൽ അലോട്ട്മെന്റ് താൽക്കാലിക അലോട്ട്മെന്റ് 24-ന് പബ്ലിഷ് ചെയ്യും. 25-ന് നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് ഒഫീഷ്യലായിട്ട് വരും. പിന്നീട് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 1/11/2025 4 PM വരെയാണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സമയം. ഇതാണ് പുതിയ സ്കെഡ്യൂൾ. ക്ലിയർ അല്ലേ? അപ്പോൾ കേരളയുടെ ഇപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കരുത്, ഇന്ന് എക്സ്പെക്ട് ചെയ്യരുത്, ഒരിക്കലും വരില്ല. 25-നായിരിക്കും വരിക. 24-ന് നമുക്കറിയാം നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. യെസ്, അതേപോലെ MCCയുടെ വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് കുറച്ച് സീറ്റുകൾ ഓൾ ഇന്ത്യയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന സീറ്റുകളൊക്കെയാണ് ഓൾ ഇന്ത്യയിൽ MBBS-ന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന സീറ്റുകൾക്ക്. അപ്പോൾ ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഈ സീറ്റുകൾ കൂടി കൊടുക്കാവുന്നതാണ്. ചോയ്സ് ഫില്ലിംഗ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ്, ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യയിലും. 16 വരെയാണെന്ന് തോന്നുന്നു. യെസ്, 16 വരെ നിങ്ങൾക്ക് പുതിയ ചോയ്സുകൾ കൊടുക്കാം. അപ്പോൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന പുതിയ കോളേജുകളിലേക്കും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡീംഡ് ആണോ എല്ലാം നോക്കിയിട്ട് വളരെ ശ്രദ്ധാപൂർവം മാത്രം ചെയ്യുക. തേർഡ് അലോട്ട്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. തേർഡിന് ശേഷം ഇനി വരാനിരിക്കുന്നത് സ്ട്രേ വേക്കൻസി മാത്രമാണ്, ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക്. അപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സ്ട്രേ വേക്കൻസിയിലേക്ക് ഓൾറെഡി അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് സ്ട്രേ വേക്കൻസിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു കാര്യം കൂടി ഓർക്കുക. യെസ്, അതേപോലെ തന്നെ കേരളയുടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടല്ലോ, ഫസ്റ്റിലോ സെക്കൻഡിലോ സീറ്റ് കിട്ടിയ കുട്ടികൾ, അവർക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് നടത്താം. എക്സിറ്റ് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടും. ഓക്കെ, കേരളയുടെ കാര്യമാണ്. കേരളത്തില് ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ആ സീറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഇപ്പൊ ഈ പറയുന്ന സമയത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്താലേ ചില അലോട്ട്മെന്റ് പ്രോസസ്സുകളിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എക്സിറ്റ് ചെയ്യാനുള്ള അവസരം 22/10/2025 5 PM-ന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സിറ്റ് നടത്തുന്നുണ്ടെങ്കിൽ എക്സിറ്റ് നടത്താം. അത് ഫ്രീ എക്സിറ്റ് അല്ല, നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ എക്സിറ്റ് നടത്തേണ്ടത്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഫേസ് 1-ലോ 2-ലോ കിട്ടിയ കുട്ടികൾ. അപ്പോൾ 22-ന്റെ പ്രത്യേകത അറിയാം. 22-ാം തീയതിയാണ് എന്ത്, നമ്മളുടെ കേരളയുടെ തേർഡിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ എൻഡ് ചെയ്യുന്ന ദിവസം. 11:59 PM വരെയാണ്. അതേ ദിവസം 5 PM-ന് മുന്നായിട്ട് എക്സിറ്റ് ചെയ്യേണ്ട കുട്ടികളെ എക്സിറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.